ഹലോ സുന്ദരന്മാരെ സുന്ദരികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, വെൽക്കം, നമസ്കാരം, വണക്കം. ഇന്ന് നമ്മുടെ ക്യാമറ കണ്ണുകൾ നിങ്ങൾ എത്തിക്കാൻ പോകുന്നത് കിന്നക്കോറ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. താഴ്വരകളുടെ ലോകത്തേക്കുള്ള യാത്ര. ദേ നോക്കൂ, ആ കാണുന്നതാണ് മേഘമല. മേഘങ്ങളാൽ വലയപ്പെട്ട മേഘമല. അതിഭംഗിയേറിയ ഈ സ്ഥലമാണ് ഗൈസ് ഗ്രാൻഡീസ് താഴ്വര. ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നൊരു വളരെ ചുരുക്കമാണ് ഗൈസ്. അവിടെ നിന്ന് നേരെ വ്യൂ പോയിന്റിലേക്ക് ചങ്ക് ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 50 രൂപയെന്ന് ചെറുക്കൻ പറഞ്ഞു. അവൻ ചാമ്പ്യൻ എന്നറിയില്ല. ടിക്കറ്റ് നോക്കിയിട്ട് 50 തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവൻ്റെ ഡിസ്കോ ഡാൻസൊക്കെ ഉണ്ട്. ആ ഡിസ്കോ ഡാൻസിന് ശേഷം ഉറങ്ങിക്കിടക്കുന്ന അണ്ണന് ടിക്കറ്റും കാട്ടി ചങ്ക് ഉള്ളിലേക്ക് എൻട്രി വിത്ത് ക്യാമറമാൻ സ്വയം ബാക്കിൽ. ഗൈസ്, ആ ചുറ്റും കാണുന്ന ആ ബ്യൂട്ടി നോക്കൂ ഗൈസ്, എന്തൊരു ഭംഗിയാണ്. ഇവിടെ നിന്നും കുറച്ച് നടന്ന് മേലേക്ക് ടാറല്ല ഫുട്പാത്തിലൂടെ കയറിയാൽ വ്യൂ പോയിൻ്റ് എത്താറായി. ചുറ്റിനും മേഘങ്ങളാലും നീലാകാശങ്ങളാലും വലയപ്പെട്ട ഗൂഡല്ലൂരിൻ്റെ മേൽത്തട്ട്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ താഴേക്ക് നോക്കിയാൽ ഗൂഡല്ലൂരിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ഗൈസ്. കുറേ താത്തമാരും കർണാടക ടീംസാണ് തോന്നുന്നു, കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര കണ്ണിന് ബ്യൂട്ടി വരുന്നൊരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മോശം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഗൈസ്, ആ പാറേൻ്റെ മണ്ടയ്ക്ക് നോക്കൂ, ഒരാട്. ആടാട് പക്ഷെ ഒരാടല്ല കേട്ടോ, ആടിൻ്റെ പ്രതിമയാണ്. നമ്മളെ പറ്റിച്ച ഇന്നാരാ ജയിലിട്ടായി ഇറങ്ങി വേണം. അങ്ങനെ വ്യൂ പോയിൻറ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മഞ്ഞ് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുന്ന ചങ്കിന് അതിയായ ആഗ്രഹം. അങ്ങനെ ചങ്കിൻ്റെ ആഗ്രഹം സഫലീകരിച്ച് 2 പിക്ക് മാസിൽ. അങ്ങനെ വ്യൂ പോയിൻ്റ് കയറി ഇറങ്ങി നല്ല വിശപ്പ് കാരണം നേരെ സർലാക്കൻ്റെ ഇടയിൽ പോയി 4 ഡബിൾ ഓംലേറ്റും 2 മാഗിയും 6 ചായയും പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും 6 ചായ എന്തിനാണ് പറഞ്ഞത്? സർലാക്ക ചായ അടിക്കും കൊണ്ടുവരും തണുക്കും. അങ്ങനെ പറഞ്ഞ് 6 ചായ കുടിച്ചു. KGF ഗരുഡനെ പോലെ കുന്നൂര് നമ്മളെയും കാത്ത് സ്റ്റാലിൻ കാരക്കൊല്ലിയുണ്ട്. പ്രിയമുള്ളവരെ, സ്റ്റാലിൻ കാരക്കൊല്ലിയെക്കുറിച്ച് പറയാൻ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെന്നല്ല മലയാളം ഡിക്ഷണറിയിൽ വരെ വാക്കില്ല. നല്ല ചെക്കനാവൻ. അങ്ങോട്ട് നോക്കൂ, പൈക്കാര ഡാം. നമ്മുടെ കറണ്ട് വരുന്ന പൈക്കാര ഡാമും കടന്ന് കൊച്ചു ഗ്രാമങ്ങളും കഴിഞ്ഞ് ഊട്ടിയെത്തി ഗൈസ്. അറ്റ് ലാസ്റ്റ് വി മെറ്റ് സ്റ്റാലിൻ. അവിടുന്ന് ചേഴ്സ് അടിച്ച് 2 അടിപൊളി ഹെർബൽ ടീ, സൂപ്പർ ചായ, അടിപൊളി ഹെർബൽ ടീ, നമ്മളെ പ്രണവ് ബ്രോൻ്റെ അടിപൊളി. എല്ലാവരും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യണം ഗൈസ്, മസ്റ്റ് ട്രൈ ചെയ്യാം. അങ്ങനെ കുന്നൂര് ടൗൺ കാണിച്ചു തരാമെന്നും പറഞ്ഞ് സ്റ്റാലിൻ കാരക്കൊല്ലി തള്ളി റോഡ് സൈഡിലെ പട്ടി വരെ ചോദിച്ചു യാറാ ഇവൻ. അങ്ങനെ രാത്രി 12:30 ആയപ്പോഴത്തേക്ക് റൂമിലെത്തി, നല്ല ഉറക്കം വന്നു, കിടന്നുറങ്ങി. അപ്പം നാളത്തെ ഫസ്റ്റ് പ്ലാൻ ടോയ് ട്രെയിൻ സവാരി. നീറ്റ് വന്നപ്പോഴുള്ള കണി ഇതാണ് ഗൈസ്, ഉത്സവപ്പറമ്പിലെ പൊരിച്ചാക്കു അലർക്കുന്ന കോവില്. സുപ്രഭാതം പൊട്ടി വിരിഞ്ഞു കുന്നൂരിൻ്റെ റൂമിൽ. അങ്ങനെ 5:30 അലാറം വെച്ച് സ്റ്റാലിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് വിട്ടു. 6 മണിക്ക് ക്യൂ നിന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ടോയ് ട്രെയിൻ കറക്റ്റ് കുന്നൂരിന് 7:45 എടുക്കും. അങ്ങനെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. എന്താണ് എന്ന ആശങ്കയോടുകൂടി കയറിയവർക്കെല്ലാം കണ്ണിനും മനസ്സിനും സൗന്ദര്യം തരുന്ന യാത്ര തന്നെയാണ് ഈ ടോയ് ട്രെയിൻ യാത്ര നമുക്ക് സമ്മാനിച്ചത്. ചുറ്റിനും തേയിലത്തോട്ടങ്ങളും ക്യാരറ്റ് പാടങ്ങളും തുരങ്ക യാത്രകളും മനസ്സിന് കുളിർന്നതാണ്. ശരിക്കും അറ്റ് ദ എൻഡ് ഈ യാത്ര എനിക്കൊന്നുറപ്പാണ്, അല്ല ഞങ്ങൾക്കൊന്നുറപ്പാണ്, ഹാപ്പി. ഷാർപ്പ് 9 o'clock 9 മണിക്ക് നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. പഞ്ച്വാലിറ്റി ടൈമിംഗ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഗൈസ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് പോണ്ടിന്ന് വന്ന കുറേ ഗേൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കും നമ്മൾ വീഡിയോ എടുത്ത് കൊടുത്തു, അവരായിട്ട് ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ ഫ്ലാഗിൻ്റെ അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ അടിച്ച് ഇനി നമ്മളിവിടുന്ന് നേരെ പോണത് കുന്നൂരിക്കാണ്. അവിടെയാണ് നമ്മളെ വണ്ടി ഇരിക്കുന്നത്. ഇനി ഇവിടുന്ന് ബസ്സിന് കയറിയിട്ട് വേണം കുന്നൂരെത്താൻ. അതുമാത്രമല്ല സ്റ്റാലിനും അവിടെ തന്നെയുള്ളത്. അങ്ങനെ കുന്നൂരെത്താൻ നേരത്തെ ഞങ്ങൾ സ്റ്റാലിനെ വിളിച്ചപ്പോൾ ഏതോ കാട്ടുമുക്കിൽ കാട്ടേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. റൂം വെക്കേറ്റ് ചെയ്ത് വരാൻ നേരത്തിൻ്റെ ഒരു പട്ടാമ്പിക്കാരൻ ചേട്ടൻ എന്നാ മക്കളെ കഴിച്ചോളി എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് തന്ന്. ആ ചേട്ടൻ്റെ പേര് ചോദിച്ചപ്പോൾ സാബുമോൻ ചേട്ടനൊരു ബിഗ്. അങ്ങനെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഗൂഗിൾ അമ്മച്ചി അന്ന വഴി തെറ്റി. ഗൂഗിൾ അമ്മച്ചി വെച്ചാണോ ഗൂഗിൾ വെച്ചാണോ എന്നറിയില്ല.
പക്ഷെ ഗൂഗിൾ അമ്മച്ച് ചതിച്ചാൽ കൂടിയും അടിപൊളി ഒരു വിഷ്വൽ തന്നെയായിരുന്നു കേട്ടോ അവിടെ. എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ. ഇത് നോക്കൂ ഗൈസ്, അവിടെ ചെറിയൊരു കൊച്ച് താളം പിടിച്ചുകൊണ്ടിരിക്കുക. തീരകത്താര ഹൈ ഹൈ തീരകത്താര. അങ്ങനെ അമ്പലം കണ്ടു, ചെറുതായിട്ടൊന്ന് ഭക്തിസാന്ദ്രമായി. അങ്ങനെ കൊച്ചിൻ്റെ താളം പിടിക്കലും അമ്പലമൊക്കെ കഴിഞ്ഞ് നേരെ ഗൂഗിൾ മാപ്പ് റീസെറ്റ് ചെയ്ത് കാട്ടേരിയിലേക്ക്. ഗൈസ്, കാട്ടേരി ഉണ്ടെന്ന് സ്റ്റാലിൻ വിളിച്ചു വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കാട്ടേരി എന്ന് പറഞ്ഞാൽ വല്ല കാട്ടുമുക്കുമായിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്, നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. ചുറ്റിനും നല്ല പച്ചപ്പും ചെറിയൊരു തണുപ്പും കാറ്റും പിന്നെ ഒരു ഡാമൊക്കെ ഉണ്ട്. കൊള്ളാം. ഒരു വാവ് ഫീലിംഗ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, അത്ര തന്നെ. അങ്ങനെ കാട്ടേരി ഡാമും കടന്ന് നേരെ സ്റ്റാലിനെ കണ്ടു. ഐശ് എന്താ എൻ്റെ ചിരി. അങ്ങനെ സ്റ്റാലിൻ്റെ അടുത്ത് 2 ഡയലോഗ് അടിച്ച് സ്റ്റാലിനെയും കൂട്ടി പോയി ഒരു ചായയൊക്കെ കുടിച്ച് സ്റ്റാലിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നോക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറുക്കൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കരയുന്നുണ്ട്. കണ്ണിന്നിങ്ങനെ ആനന്ദാശ്ര പൊടിയുന്നുണ്ടായിരുന്നു. വീണ്ടും ഓഫ് ടു കിന്നക്കുറ. അങ്ങനെ യാത്ര തിരിച്ചപ്പോഴാണ് യാറാ നീ എൻ്റെ മോനെ സർപ്രൈസ് എൻട്രി കാട്ടി. മെയിൻ റോഡ് മടുത്തപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഓഫ് റോഡ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബ്രിഡ്ജാണ് ശ്രീ രാമയ്യ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിനെ കുറിച്ച് സൊബിനൊരു കൊച്ചു സ്റ്റോറി പറയാനുണ്ട്. കാരണം അവൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൻ്റെ പേരാണ് ഈ ബ്രിഡ്ജിനുള്ളത് എന്നാണ് ഇവൻ പറയുന്നത്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയില്ല. ഇതിൻ്റെ സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്രയ്ക്കിടയിലാണ് പെട്ടെന്ന് ഞെട്ടിക്കുന്നൊരു കാര്യം കണ്ട്. എബോ 1750 മൈൽസ്. ഗൈസ്, നമ്മൾ 1750 മൈൽസ് മണ്ടയ്ക്കാണ് ഗൈസ്. അവിടുന്ന് അങ്ങനെ 9 എയർപിന്നും കൂടി താണ്ടി നമ്മൾ മേൽക്കുന്തി എത്തി. അങ്ങനെ വളവും തിരിവും മഞ്ഞും കോടയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഊട്ടി മാർക്കറ്റിലെത്തി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഗൈസ്, വേറെ ഈസ് കിന്നക്കോറ. കിന്നക്കോറ എവിടെ? കിന്നക്കോറ ഈസ് പാർട്ട് 2 ഗൈസ്. അതെ, കിന്നക്കോറയുടെ പാർട്ട് 2 വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ഊട്ടി മാർക്കറ്റിൽ വന്ന് 2 കാര്യങ്ങളും കൂടി സെറ്റാക്കാനാണ്. ഒന്ന് മഷ്റൂമും, 2 വർക്കിയും. മഷ്റൂം ഇല്ലാണ്ട് വീട്ടിലും കയറാൻ പറ്റില്ല, വർക്കില്ലാണ്ട് കൂട്ടാൻ്റെ അടുത്ത് പോകാനും പറ്റില്ല ഗൈസ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി, അതെനിക്ക് നിങ്ങളോട് മറച്ചു വെക്കാൻ പറ്റില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഞാൻ ഈ യാത്രയിലില്ല ഗൈസ്. എന്നെ അവർ കൊണ്ടുപോയില്ല, എന്നെ അവർ തേച്ചു ഗൈസ്. സത്യം നല്ല വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ വിഷമം മാറ്റാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സി യു സൂൺ. ജേണി വിത്ത് ബ്രദേഴ്സ്.